ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഇത്താത്തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്താത്തന് നടന്നിട്ടെന്നാണ് പോണത്. കുറച്ച് നടക്കാനുണ്ട് ഗൈസ്, കുറച്ചല്ല കുറേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മൾ പോണ വഴിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോണ വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പല്ലിന് ക്ലിപ്പ് ഇട്ടിക്കുന്നു. ഞാനൊട്ടി നനച്ച് വെച്ചു. ഇപ്പോൾ സിമ്പിൾ ഇട്ടിക്കണേ. അപ്പോൾ ഇതാണ് വഴി. അപ്പോൾ മഴക്ക് ഇപ്പോൾ ഇന്ന് മഴ തീരല്ലല്ലോ അല്ലേ? അപ്പം ഇതേ ഒരു കാക്ക. എല്ലാവരും മഴ ഇല്ലാണ്ട് നിൽക്കാൻ ദുആ ചെയ്യണം. നിങ്ങൾക്കറിയില്ലേ ഗൈസ്, നമ്മുടെ വയനാട് ഏതാടി വഴി? ഇതിലൂടെ പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ വഴി കേട്ടോ. അപ്പം ഞാൻ കുറേ മിനി വ്ളോഗിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേനോ, എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ മിനി വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ സെപ്റ്റംബറിൽ മാരേജുള്ള കാര്യം. അപ്പോൾ അതിലേക്ക് ഡാൻസ് പ്രാക്ടീസിൻ്റെ ഒരു ഇതാണ്. നമ്മളൊക്കെ കളിക്കുന്നുണ്ട്. നമുക്ക് അപ്പം കളിക്കുന്നുണ്ട്. എടി ഇത് ആ ഫ്ലാറ്റ് അല്ലേ? ഓർമ്മകൾ. അപ്പോൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവള് പിന്നെ താത്ത പിന്നെ വേറൊരു കസിൻ ഉണ്ട് കേട്ടോ, ഒരു താത്തൻ്റെ മോള്. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആയി ഇങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും എല്ലാ കാക്കന്മാരുടെ മാരേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യും. കൂടുതലും ഞാനും ഓളാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഫിക്സ് ആക്കൽ. പക്ഷേ ഒന്നും നടക്കലില്ല. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളെന്താവും പിന്നെ കളിക്കേണ്ടാവലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്തവണ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അപ്പോൾ അങ്ങനെ ഒരു കളിക്കാനൊക്കെ ഒരു മൂടുണ്ട്. അപ്പോൾ കളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചത് സോങ്സൊക്കെ സെറ്റാക്കി. എൻ്റെ വീട് പന്തളങ്കാവാണ്, അവളെ വീട് തറമ്മലാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾക്ക് നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്യലില്ല. 2 ദിവസമായി വന്നത് പോസ്റ്റ് അടിച്ചിരിക്കണത്, ഒന്നും നടക്കണില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഒന്ന് വന്നിട്ടും കാര്യമില്ല. ഇത്താത്തമാരൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞേനു ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ. മിണ്ടല്ല ഒന്നും പറയില്ല. അവല്ലേ എന്താണ് താത്തമാരൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു പറഞ്ഞേനു അങ്ങോട്ട് വന്നിട്ടൊന്ന് ഒരുമിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ, ഞാനും ഓളാണെങ്കിൽ ഞാനും ഓളും ഒരു 2, 3, 4 സോങ്സ് നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. മിക്സഡ് സോങ്സ് ആട്ടോ, 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 4 സോങ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതാണ്. ഇനി അതൊന്ന് ഒരു തീരെ അവർക്കൊന്ന് സ്റ്റെപ്പ് അങ്ങനെ അത്ര ക്ലിയർ ആവണില്ല. അപ്പോൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അത് മാത്രമല്ല, താത്തൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് ആയിട്ടുള്ള ഇതാണ്. അപ്പം എല്ലാവരും ഒന്ന് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ. നമ്മൾ പോവാണ് ഗൈസ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണോ, ഞങ്ങൾ സുഖമായിട്ട് അവിടെ എത്തും. കുറച്ച് തോനെ നടക്കാനുണ്ട് മക്കളെ, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഓട്ടോ പിടിച്ചാൽ ഒരു 30-50 രൂപ കൊടുക്കേണ്ടി വരും. അത്രയും ദൂരമുണ്ട്. അതെ ഞാൻ നടക്കുന്ന വഴി കാണിച്ചു തരാം. അതായത് നമ്മൾ കണ്ണഞ്ചേരി ടു ചക്കുംകടവ്, അവിടെയാണ് വീട്. ചക്കുംകടവ് വീട്. ഉള്ളിലോട്ടുള്ളത് വഴിക്ക് ഇങ്ങനെ പോയതുകൊണ്ട് കാണാം. അങ്ങനെ കളിക്കണം കണ്ടോ. അപ്പോൾ പിന്നെ നമ്മളെ വയനാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അല്ലേ ഭയങ്കര. ഇപ്പോൾ ആ ഒരു ഇതൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഒരു ഡാൻസ് അത് ഓരോരുത്തരിങ്ങനെ
വിഷമിച്ച് ഇതാക്കിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡാൻസിലാണ്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. നമുക്ക് ആ ഒരു ഷോക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല. പിന്നെ സെപ്റ്റംബറിലേക്ക് തീരുമാനിച്ചൊരു കാര്യം, നമ്മൾ കുറേ 2-3 മാസം മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചൊരു സംഭവമാണ്. നമ്മൾ എല്ലാ കാക്കമാരും മാരേജ് വരുമ്പോഴും കളിക്കണതാക്കണം, അതായത് നമുക്കായിട്ടൊരു എൻജോയ്മെൻറ്റ് അങ്ങനെ വേണമെന്നൊക്കെ ആഗ്രഹിച്ചൊരാൾക്കാരെ ഞാനും കൂടുതൽ ആഗ്രഹിച്ചിട്ടോ. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ നമ്മളിത് വയനാട്ടിൽ ഈ സംഭവം ഉണ്ടാവണേക്കാൾ കൂടുതൽ അതിൻ്റെ മുമ്പ് നമ്മൾ തീരുമാനിച്ചതാണല്ലോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് കല്യാണത്തിൽ നമ്മൾ ഏതായാലും കളിച്ച് തുടങ്ങിപ്പോയി, ഇനിയിപ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. എന്തായാലും ഇൻഷാല്ലാ അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളാണ്, അതൊക്കെ പെട്ടെന്ന് വെച്ചിട്ടുള്ള ഒരിതാണല്ലോ. നമുക്കും അതൊരു ഷോക്കാണ്. അവിടെയുള്ള ആൾക്കാരും ഒത്തിരി സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ, നാളത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് കിടക്കുന്നവരൊക്കെ ആയിരിക്കും അതൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും എല്ലാവർക്കും സ്വർഗം കൊടുത്തിട്ട് പഠിച്ചവന് ഇതാക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഗൈസ് ഞങ്ങൾ എത്തിയിട്ടില്ല ഗൈസ്, എത്രമാര് പോകാനുണ്ടെന്ന് അറിയാം. നിങ്ങളാണെങ്കിൽ ഓട്ടോ കയറും അല്ലെങ്കിൽ ബസ് പിടിക്കും. ഞങ്ങൾ ഈ നടന്നിട്ടാണ് പോകുന്നത്. ആകെയുള്ള പൈസ എത്രയാണെന്ന് അറിയാം. ഞാൻ പോകുമ്പോൾ മിഠായി വാങ്ങാൻ വിചാരിച്ചിട്ട് എടുത്ത പൈസ ഒക്കെ എന്ത് വിധി ഇതേ ഉള്ളു പൈസ. 10ൻ്റെ ഒരു കോയിനും 2ൻ്റെ ഒരു കോയിനും. ഇതൊക്കെ 2 രൂപയ്ക്ക് മിഠായി, എനിക്ക് 10 രൂപേൻ്റെ ലേസ്. കണ്ടോ എൻ്റെ പറഞ്ഞതിനുള്ള ശിക്ഷ. ഗൈസ് നമ്മളവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഇന്ന് കുറച്ച് നമ്മൾ കുറെ എത്തില്ല, മറന്നു മഴ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു മഴ ഉണ്ടാവില്ല, ഈ പറയണ്ടോ മഴ ഉണ്ടെന്ന്? മഴ ഉണ്ടാവും. ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നും പോയ മഴയാണ് പെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഗൈസ് എന്നാൽ കുറച്ചും കൂടെ അവിടെ എത്തിയിട്ട് കാണാം നിങ്ങൾക്ക്. അപ്പം നമ്മൾ ഏകദേശം ഈ പാലം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ലേ, നമ്മൾ ഏകദേശം ഇപ്പോൾ മറ്റേ മേൽപ്പാലം ഉണ്ടല്ലോ, പഞ്ഞങ്ങാരം മേൽപ്പാലം, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒരു ഇച്ചിരി ഒരു 5, 6, 8, 10 മിനിറ്റ് ഉണ്ടാവും ഇനി നടത്താൻ. കുറച്ചും കൂടി ഉള്ളു ഗൈസ്. അപ്പം നടന്നങ്ങനെ പോകും. പക്ഷെ നടന്നപ്പോൾ അങ്ങനെ അറിയണമൊന്നുമില്ല നടന്നത്. നല്ല അറിയുന്നുണ്ട്. പല്ല് കാണിക്കരുത് എന്നാണ് അവളിപ്പോൾ പറഞ്ഞത്. പല്ല് കാണിക്കരുത്. അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടോ. ഇനി ഒരു ഇച്ചിരി കൂടി പോകാനുണ്ട്. അത് നമ്മൾ എത്തിട്ടോ. എനിക്ക് മാറിപ്പോയി. ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. അന്നിവിടെ വീട് കൂടുന്ന സമയത്ത് വന്നതാണ്, പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി ഉള്ളിലത്തെ ഇതൊക്കെ വിശേഷങ്ങളുണ്ടോ. അതാണ് ആ വീട്. ഇതാണ് വീട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് വീട്. അപ്പോൾ വീട്ടിലേക്ക് കയറാം. നമ്മൾ വീട്ടിലെത്തി. ചുമ്മാതാ വീട്ടിലെത്തി. നമ്മൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടോ. ഇവിടെ ഭയങ്കര കലപ്പില സൗണ്ടൊക്കെ. ആയിശൊരു ഹായ് പറയും. ഇങ്ങനെ ആക്ക് ലൈക്ക് ചെയ്യണം പറയും. ഓക്കെ, ഒരവ്വ എടുക്ക്. അവ കൊടുക്കൂല പറഞ്ഞു പോയി. ഇത് റിച്ച് കേട്ടോ, പേരുമാരി തന്നെ റിച്ചാണ്. ഇല്ല ഞാൻ കണ്ടില്ല. നമ്മൾ പോവുകയാണ്. ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായി നമ്മൾ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയാവാനായിട്ടുണ്ട്. മഴ ഒന്നുമില്ല, അതുകൊണ്ട് വലിയ ഭാഗ്യം. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ നമുക്ക് കാണട്ടോ. ബൈ ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി.
അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ റെയിനി സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരാം. ടാറ്റാ.